ചില ക്ഷേത്രങ്ങളോട് വല്ലാത്തൊരു ആത്മബന്ധം തോന്നാറുണ്ട്. പള്ളിപ്പാട്ടുകാവ് എനിക്ക് അങ്ങനെ ഒരു ക്ഷേത്രമാണ്. മുൻപ് ആലുവ ദേശത്തെ ദത്ത ആഞ്ജനേയ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ ക്ഷേത്രത്തിൽ നിന്ന് 400 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രമാണ് ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത 5 അടിയോളം ഉയരമുള്ള ഭദ്രകാളി വിഗ്രഹം അപൂർവ സുന്ദരമായ ഒരു കാഴ്ചയാണ്. അതിമനോഹരമായി ചന്ദനം ചാർത്തിയ ആ മാതൃരൂപം എത്ര കണ്ടു തൊഴുതാലും മതിവരില്ല. മാള അന്നമനട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പാട്ട് തറവാട്ടിൽ കൊടുങ്ങല്ലൂരമ്മയുടെ പരമഭക്തനായ ഒരു നായർ ജീവിച്ചിരുന്നു അത്രേ. പ്രായാധിക്യം കാരണം കൊടുങ്ങല്ലൂരമ്മയെ നിത്യം ദർശിക്കാനാവുന്നില്ലെന്ന തന്റെ ഭക്തന്റെ സങ്കടം മാറ്റാനായി കൊടുങ്ങല്ലൂരമ്മ അദ്ദേഹത്തിന്റെ കുടപ്പുറത്തേറി അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടുവെന്നും വഴിമധ്യേ ഈ ക്ഷേത്രഭൂമിയിൽ വിശ്രമിക്കാനായി അദ്ദേഹം തന്റെ ഓലക്കുട നിലത്ത് വെച്ചപ്പോൾ ആ കുട വച്ചെടുത്ത് ദേവി കുടിയിരുന്നുവെന്നുമാണ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പറഞ്ഞു കേട്ട കഥ. ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കും ശേഷം നടക്കുന്ന കളമെഴുത്തും പാട്ടുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. വർഷത്തിൽ ഏതാണ്ട് 300 ദിവസവും കളമെഴുത്തും പാട്ടും നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പള്ളിപ്പാട്ടുകാവ്.